ഹലോ ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. ഇതെന്താ സംഭവം അറിയോ? തൊണ്ടഭാഗ്യം. ഇതാണ് തൊണ്ടഭാഗ്യം. കഴിഞ്ഞ ദിവസം എൻ്റെ ഫ്രണ്ടിൻ്റെ കൊച്ച് വീണ്ടും അവൻ്റെ കൈക്ക് സുഖമില്ല എന്ന് പറഞ്ഞപ്പോൾ ജസ്റ്റ് അവനെ ഒന്ന് കാണാൻ നിർത്തി പോയതാണ്. അപ്പോൾ ചിലപ്പോൾ അവൾ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നു. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞപ്പം അയ്യോ ചേച്ചി എൻ്റെ വീഡിയോ എടുക്കല്ലേ എന്ന് പറഞ്ഞ് ഓടുന്ന ഓട്ടമാണ് ആ കാണുന്നത്. അങ്ങനെ വീഡിയോ ഒന്നും പ്രതീക്ഷിച്ചൊന്നും പോയതല്ല കേട്ടോ. അവിടെ ചെന്നപ്പോൾ അവളിങ്ങനെ ഉണ്ണിയപ്പം ഉണ്ടാക്കണുണ്ടോ, പ്രത്യേകിച്ച് ഇങ്ങനെ ഹോംലി ഉണ്ണിയപ്പം. ഇവിടെ അങ്ങനെ നമുക്ക് ഉണ്ണിയപ്പം കിട്ടുമെങ്കിലും ഫ്രോസൺ ഉണ്ണിയപ്പം കിട്ടുക. നമ്മൾ എന്താ പറയുക, കടയിൽ നിന്ന് വാങ്ങിച്ചിട്ട് ഒന്ന് ചൂടാക്കി ജസ്റ്റ് കഴിക്കുമ്പോൾ നമുക്ക് ആ ഒരു എന്താ പറയുക ഹോംലി ഉണ്ണിയപ്പത്തിൻ്റെ ആ ഒരു ഫീല് കിട്ടാറില്ല. ഇതിപ്പം പിന്നെ അവൾ ഉണ്ണിയപ്പം ഉണ്ടാക്കണപ്പോൾ ഞാൻ ഉണ്ണിയപ്പം ഉണ്ടാക്കാം, നീ ചായ വെച്ചോ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഉണ്ണിയപ്പം ഉണ്ടാക്കി, അവൾ ചായ വെച്ചു. അങ്ങനെ ഞങ്ങൾ ഉണ്ണിയപ്പവും ചായയും ഒക്കെ കൂടി ആ വൈകുന്നേരം അങ്ങ് എൻജോയ് ചെയ്തു. എല്ലാവർക്കും ഉണ്ണിയപ്പം ഇഷ്ടമായിട്ട് നല്ല സോഫ്റ്റ് ഉണ്ണിയപ്പമായിരുന്നു. അവൾ അത്യാവശ്യം നല്ലൊരു കുക്കാണ്, കുറ്റം പറയാൻ പറ്റില്ല. ഒരു പാത്രം ഏതാണ്ട് ഒരു ഹാഫ് മറ്റേ പാത്രത്തിൽ നിറച്ച് ഉണ്ണിയപ്പം ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ എല്ലാവരും കൂടി ഇരുന്ന് കഴിഞ്ഞപ്പം ആ ഒരു ചായയോടുകൂടി ഉണ്ണിയപ്പം തീർന്നു. ഇത്രയും ഉണ്ണിയപ്പം കഴിച്ച് തീർത്തോ എന്ന് ചിലപ്പം നിങ്ങൾക്ക് തോന്നും. പക്ഷെ ഞങ്ങളൊരു 5-8 പേരുണ്ടായത് കാരണം കൊണ്ട് ഉണ്ണിയപ്പം തീരാനായിട്ട് ഒരുപാട് സമയമൊന്നും എടുത്തില്ല. അങ്ങനെ എല്ലാവരും അവരുണ്ട്, ഒരു ഭയങ്കര കൂലങ്കഷമായ ചർച്ചയിലാണ്. ഞാൻ പക്ഷേ ഉണ്ണിയപ്പത്തിനെ ഫോക്കസ് ചെയ്തിരിക്കുമായിരുന്നു തീർക്കാൻ വേണ്ടിയിട്ട്. ഫുഡ് കണ്ടാൽ നമ്മൾ വിടൂലല്ലോ. അങ്ങനെ ഉണ്ണിയപ്പം കഴിച്ചത് പിള്ളേർക്ക് ഇതൊക്കെയായിരുന്നു പരിപാടി. അവരിങ്ങനെ കുറേ പരിപാടികളൊക്കെ ചെയ്തു. അങ്ങനെ അന്നത്തെ വൈകുന്നേരം അവിടെ അവസാനിച്ചു. അപ്പോൾ അത്രേ ഉള്ളൂ, ബായ്.